എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. രാമകൃഷ്ണൻ കുമരനെല്ലൂർ, അദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യം കവിതകളാണിത്. അതിൻ്റെ പേര് ചിൽ ചിൽ എന്നാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ ജനിച്ചതാണ്. അച്ഛൻ PV ശൂലപാണി വാര്യർ, അമ്മ CP പത്മാവതി വാരസ്യാർ. അദ്ദേഹം വിവർത്തകനാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി കഥയും കവിതയും നാടകങ്ങളും എഴുതിയിട്ടുള്ള ആളാണ്. NCERT അവാർഡുകൾക്ക് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്, ഇങ്ങനെ ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയ അദ്ദേഹത്തിൻ്റെ പുസ്തകം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, മുഴുവനായിട്ട് വായിക്കാനെ കൊണ്ട് പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഒരു പുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വേണമല്ലോ. പിന്നെ ഞാൻ നേരിലറിയുന്ന വ്യക്തിത്വം, വളരെ സൗമ്യൻ, നന്നായി കാര്യങ്ങളെ അവതരിപ്പിക്കാൻ കഴിവുള്ള വ്യക്തി, നല്ല ശബ്ദം, ആരെയും സ്വാധീനിക്കാനുള്ള കഴിവ്. അങ്ങനെ കുട്ടികളോട് ഉത്തരവാദിത്തമുള്ള ആൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അയാളുടെ പൂവീട് എന്ന കവിത, അതിൽ 1, 2, 3 കവിതകളെ ഞാൻ വായിക്കുള്ളൂ. അത് എത്രമാത്രം ഹൃദ്യമാവും എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ അത്ര നന്നായി വായിക്കാൻ എനിക്കറിയില്ല. വീട് എന്ന ചെറിയ കവിത. നിറമുണ്ടീ വീടിന്, മണമുണ്ടീ വീടിന്, അഴകുണ്ടീ വീടിന്, തേനുണ്ണാൻ പോരുന്നു. പൂവിനെ ഒരു മനോഹരമായ വീടായി കാണുന്നു. വർണ്ണം കൊണ്ടും മണം കൊണ്ടും അഴകുകൊണ്ടും ഉത്തമമായ വീട്ടിലേക്ക് മധുരമുണ്ണാൻ വരുന്നു എന്നാണ് കവി ചോദിക്കുന്നത്. പാവ, അടുത്ത കവിത പാവ. കണ്ണു ചിമ്മും പാവ, കയ്യനക്കും പാവ, ചുണ്ടനക്കും പാവ, മിണ്ടുകില്ല പാവ. അപ്പോൾ പാവയെ കൃത്യമായി ഇതാണ്. പിന്നെ ഉറുമ്പേ, കറുകറുമ്പനുറുമ്പ്, കുറുകുറുമ്പനുറുമ്പ്, ഒത്തിരിയുണ്ടു കുറുമ്പ്, ഇത്തിരി മാത്രമുറുമ്പ്. കുഞ്ഞുണ്ണി മാഷ് എഴുതിയിട്ടുണ്ട് എറുമ്പിനെ കുറിച്ച്. എത്ര ചെറിയവൻ എത്ര വലിയവനെയും കടിക്കും, എന്തൊരു കുറുമ്പ്. അത് അന്നത്തെ കാലത്ത് വളരെ പ്രസക്തമായ കവിതയായിരുന്നു. ഏതാണ്ട് അതിനോടൊക്കെ ഒപ്പം നിൽക്കുന്ന കവിതയാണ്. ഈ അമ്മയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. അമ്മിച്ച പാലിൻ മണമാണ്, ആരാട്ടുപാട്ടിൻ സുഖമാണ്, സ്നേഹം തുളുമ്പും മനസ്സാണ്, അമ്മയെന്നുള്ളിലിരിപ്പാണ്, അമ്മയെന്നുള്ളിലിരിപ്പാണ്. എല്ലാവരും ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും കൈവിരലുകളിലും മുഖത്തും ഭാവങ്ങളിലും അമ്മ ഉണ്ട് എന്നാണ് പറയുക. ഒരാളെ നമ്മൾ കാണുമ്പോൾ അയാളുടെ അമ്മയുടെ സാമീപ്യം കാണാൻ പറ്റുന്നു. അമ്മ എത്രമാത്രം നന്നു, അത്ര കണ്ട് പെരുമാറ്റവും നന്നാവും. അപ്പോൾ അമ്മയെക്കുറിച്ച് അധികം ഒന്നാണ്. പയ്യും പുല്ലും പയ്യേ പയ്യേ വാലുണ്ടോ, പാലിനു നല്ല വെളുപ്പുണ്ടോ, പയ്യനു തിന്നാൻ പുല്ലുണ്ടോ, പച്ച പച്ച പുല്ലുണ്ടോ. പുല്ല് തിന്നുന്നത് പശുക്കളാണ്. പച്ചപ്പുല്ലാണ് സാധാരണ പശുക്കൾ തിന്നുന്നത്, അല്ലേ? തുള്ളികളായി വരുന്ന മഴ, തുള്ളികളൊന്നായി ചേർന്ന മഴ,
തുള്ളികൾ തുള്ളികൾ തുള്ളികളായി കുളിരിൻ തുള്ളി വിതച്ച മഴ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നു. പേപ്പർ പബ്ലിക്കാണ് ഇതിൻ്റെ തിരുവനന്തപുരത്ത് ആണ് ഈ പുസ്തകം. പ്രീ പ്രൈമറി കുട്ടികൾക്ക് നൽകാവുന്നൊരു മികച്ച സമ്മാനം എന്നാണ് പറയുന്നത്. അത്രമാത്രം നല്ല ഇതാണ്. അപ്പോൾ ഈ പുസ്തകത്തിനെ കുറിച്ച് പ്രസാധകരുടെ അഭിപ്രായം ഇതാണ്: മലയാള ഭാഷയുടെ ഭംഗിയും താളവും മധുരവും കൊച്ചു കുഞ്ഞുങ്ങളെ അനുഭവിപ്പിക്കുന്ന പുസ്തകമാണ് ചിൽച്ചിൽ. ഭാവനയും ലാളിത്യവും കുട്ടിത്തവും തുളുമ്പുന്ന 4 വരി കവിതകളുടെ സവിശേഷ സമാഹാരമാണിത്. പ്രീ പ്രൈമറി കുട്ടികൾക്ക് നൽകാവുന്ന ഒരു മികച്ച സമ്മാനം. ഇതിൻ്റെ വില 100 രൂപയാണ്. എല്ലാവർക്കും നല്ല മനസ്സോടുകൂടി സമർപ്പിക്കുന്നു. രാമകൃഷ്ണൻ കുമരനെല്ലൂരിൻ്റെ ഒരു ചെറിയ പ്രസിദ്ധീകരണമാണെന്ന് വേണമെങ്കിൽ പറയാം. വലിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള. നമസ്കാരം.